രാജാ ആ പജ്ജ കെട്ടിച്ചു കിട്ടു ഇത് വേറെ ആ പജ്ജനെ കെട്ടിക്ക ആ പജ്ജ കെട്ടിച്ചു ഇത് നിങ്ങൾക്ക് 5 ലിറ്റർ ഇട്ട് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിലക്ക് വെക്കൂല അത് അല്ല അത് വേണ്ട നിങ്ങൾ അതിനകത്ത് പേടിച്ചേക്കും നിങ്ങൾ പൈ കച്ചവടത്തിൽ പേടിച്ചേക്കണം ഇത് വേണ്ട ഇത് വേണ്ട അത് നമ്മള് പറഞ്ഞ കാര്യം നിങ്ങൾ 5 ലിറ്റർ ഇട്ട് ആൾക്കാരെ ചോദിച്ചാല് ഞാനതൊരു കച്ചവടം പറഞ്ഞാൽ നടക്കൂലേ നിങ്ങൾക്ക് വാങ്ങി 40,000 ഉറുപ്പ വെച്ച് തരണം ഞാൻ 50 ഉറുപ്പക്ക് ഇവിടെ വെച്ച് വിറ്റിട്ട് 1000 ഉറുപ്പ അഡ്രസ് തന്നിട്ട് 20 ഉറുപ്പ ബാക്കി പൈസ മറ്റേ ചെറുക്കൻ്റെ ഫോണിലിട്ട് ചെറുക്കൻ വിളിച്ച് പോകും മദ്രാസിൽ ഓൻ വന്നിട്ട് ഫോണിൽ പൈസ ഇട്ട് തന്നിട്ട് 5,000 ലോറിക്കാർക്ക് അപ്പൊ നിങ്ങളെ ഓൻ്റെ 1000 ഉറുപ്പ അടച്ച നമ്പർ അങ്ങനെ കഴിച്ചു എടുത്ത് കിട്ടും അപ്പൊ 1000 ആൾക്കാരുടെ ഈ പൈക്കുട്ടിയൊക്കെ ഇതിനൊക്കെ 5 ലിറ്റർ പാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അല്ല അതല്ലേ നമ്മൾ പറഞ്ഞോട്ടെ അതിന് കുഴപ്പമില്ല പിന്നെ അതുമല്ല ഒരു കുഞ്ഞിക്കുട്ടിയല്ലേ തള്ളപ്പച്ച അതിന്റെ മാറ്റി കാമകൻ പൈക്കൾ പല ബെൽറ്റ് ഇവിടെ തന്നെ വെറുതെ കൊടുക്കുന്നുണ്ട് കൊണ്ടയാ നടക്കാൻ്റെ കുട്ടിക്ക് അത് എന്നൊക്കെ ഒരു പോലെ എനിക്ക് ഇനി വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ടേക്കും അന്ന് അച്ഛനെ കൊണ്ടേക്കും ഞാൻ തല മണ്ണ് കുത്തുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും വിരുദ്ധക്കെണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് പച്ച വാങ്ങിയ പോലെ ഇങ്ങനെ പിടിച്ചാൽ മനസ്സിലാ തമാസ പറയല്ല അങ്ങടൊക്കെ ഒരു മൂലിയേക്കാണ് ഒരു മദ്രസ പഠിപ്പിച്ചുള്ള ഒരു മൂലിയേക്ക് ഒരു പച്ച കൊടുത്തിട്ട് 1000-2000 ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ആളെ പേര് ഞാൻ പറയില്ല ഇപ്പൊ വന്നു അതൊക്കെ ഞാൻ തീർപ്പപ്പെട്ട ചായക്കായി തന്ന വാങ്ങി പോണ്ടേ ഞാൻ ഉദാഹരണം പറയാം ഇത് ഓനക്ക് ഞങ്ങൾ അറിയപ്പെടുന്ന പച്ച കൊണ്ടേക്കണം സ്ഥലം എവിടെയാണ് പിന്നെ മടിച്ചാള് എന്നാ കൊണ്ടേക്കാം പറഞ്ഞുകൊണ്ടേക്കാം എന്നാ കൊണ്ടേക്കാൻ കുടി കൊണ്ടേക്കാർന്നാണി 46 രൂപ കിട്ടും ഇത് അങ്ങനത്തെ ബൈക്ക് നിങ്ങൾക്ക് എല്ലാം തിരിയണം ഇഞ്ചിന്റെ ബൈക്കൊക്കെ കൊണ്ടുപോയിക്കണോ എനിക്ക് അന്നത്തെ പേവും വന്നേക്കണോ ഇല്ലല്ലോ ഇത് നിങ്ങൾ 4 വെച്ചാൽ പറഞ്ഞാൽ 3 അവിടെ ഒന്ന് കൂടി ആലോചിച്ചോണി ഒന്ന് കൂടി ആലോചിച്ചോണി കാക്കാനൊട്ടിക്ക് നല്ലൊരു മോലായിട്ടായിരുന്നു യാതൊരു സംശയിക്കണ്ട 22 കാരറ്റ് ഉള്ളത് ചെയ്യുമ്പോണ്ട് കേട്ടോ 22 കാരറ്റുണ്ട് അവിടെ ഇനിയിപ്പോ ബൈക്കുണ്ടോ ഉണ്ടോ എന്നാ അതിനെ കൊണ്ടേക്കോ കറന്നുകൊണ്ട് നിൽക്കുമ്പോ അറുമ്പോ കുത്തിച്ച് നിർത്തി 5 മാസം ചെനി തരാണ് കാക്ക മരിച്ചാൽ ആയസോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ ഈ പജിന് 50,000 ഉറുപ്പ്യ ഞാൻ തരാം ചെന 5 മാസം ഉറപ്പ് തരണം പറയും വെറുതെ ആയിക്കോട്ടെ ആറിലും കുറച്ചില്ല എത്ര കൂട്ടാൻ പറ്റുക നിങ്ങൾ ചെയ്യുന്ന കൊണ്ടുപോയ ആൾക്കാരുള്ള അപ്പൊ നിങ്ങൾ പറയും ഇനിയിപ്പോ നമുക്ക് തോന്നെ വർത്താനം കുട്ടിയെ ആ മാട് അപ്പുറത്ത് കഴിച്ചിരിക്കാം കവർ അതാ ഈ കറന്ന് മാട് കഴിച്ചില്ല അപ്പുറത്ത് കഴിച്ചിട്ട് കായിന്റെ പൈസ ഇല്ല പൈക്കൊക്കെ പൈക്കൊക്കെ എന്തിനാ അതുകൊണ്ട് പൈക്കൊക്കെ തയ്യാക്കും അത് അയച്ചില്ല ഇപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി വരാം അതിനായിട്ടില്ല ചുമ്മാ മിഞ്ഞാന്ന് പറ്റാൻ പറ്റാണ് അതിലൊന്നും കുട്ടിക്ക് പടയൊന്നും മിഞ്ഞാന്ന് പറ്റിയത് പറ്റൂലേ അതിക്ക് ഇത് ഊരിപ്പോരെ ഊരിപ്പോരും അതാണ് ആടുകുട്ടികൾ അവിടെ ഇല്ലേ ആടുകൾ അവിടെ ഇല്ലേ ആടുകളൊക്കെ ഭയങ്കര വില അല്ലേ പറയുന്നേക്കുണ്ട് ഞാൻ ചെന്നെ പറ്റി അറിഞ്ഞിട്ട് പറയല്ലോ ആടുകളെ പറയുന്നേക്കും എടാ ഒരു പൈക്കുട്ടി അതൊന്നും കാണിച്ചു കൊടുത്താ ഒരു നാട്ടില് പൈക്കുട്ടി ഉണ്ട് ഇപ്പൊ നമ്മളിത് കൊണ്ടുപോയ ആളാണ് അപ്പൊ പൈക്കുട്ടി അങ്ങോട്ട് ചുടിച്ചു എങ്ങോട്ടല്ല ഉണ്ടോ കാണിച്ചോട്ടെ ഒരു പേറ് പറ്റ പൈക്കുട്ടി അതിന്റെ കുട്ടി നാശായത് അങ്ങോട്ടൊക്കെ 11 ലിറ്റർ പാൽ അറ്റങ്ങൾ കറക്കുന്നത് 2 നേരം കൂടി ഇതിനിപ്പോ കൊടുത്തു
50,000 പറയാം 50,000 റുപ്യക്ക് ഇവിടെ വെച്ച് കൊടുത്തു. 1000 ആൾക്കാർ കൂടി ഇത് കൊടുത്ത് പൈസ അവൻ്റെയൊക്കെ 20 ഉറുപ്പുള്ളൂ. മറ്റേ ചെറുക്കൻ മദ്രാസ് വന്നിട്ട് മൊബൈലിട്ട നമ്മളിവിടെ കാത്തു കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു 1000 റുപ്യ നീക്കാകട്ടെ, ഒന്നും ഉണ്ടായിട്ടല്ല, കള്ളക്കുറ്റി ആയിട്ടുമല്ല. ആ ചെറുക്കൻ മദ്രാസ് എന്തൊരു കാര്യത്തിന് പോയവൻ വന്നിട്ട് പിന്നെ പൈസ ഫോണിലിട്ട് എന്നിട്ട് നമുക്ക് അത് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഇത് നമ്മളെ കുട്ടികളാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. തൊട്ടെടുത്താൽ മതി. അത് വെറുതെ കൗത്ത് കയറി കൂടി വേണ്ട മനസ്സാ. അപ്പൊ നിലത്തേക്ക് വീഞ്ഞു കൊടുത്ത ഇത് അങ്ങനത്തെ മുതലാണ്. ഇവിടെ വാ, ഇത് ചന്തപ്പൈക്കളല്ലേ, 2 കജ്ജ് വെച്ച് വീഞ്ഞോ ഇടക്കെ കൗത്ത് കയറി കൂടി വേണ്ട മനസ്സാ. ഇടക്കെ തൊടുകൊണ്ട് കെട്ടിട വയ്ക്കുക. അല്ല അതല്ല പറയാ, കൗത്ത് കയറി കൂടി വേണ്ട ചാട്ട് വിട്ടോ. കൗത്ത് കയറി അതിനെ പൊടിച്ചിട്ട് വെച്ചിട്ട് 30 രൂപ. കിട്ടിയാ മതിയോ? ഓഞ്ചെങ്കിലും കൊണ്ടുപോയ ആളാണ്, അതുകൊണ്ടാണ് കൊണ്ടുപോയെടുത്ത് വന്നത്. പറഞ്ഞുകൊണ്ടോട്ടെ. ഒരുത്തിനോട് കയ്യിൽ 1000-2000 കുറച്ച് വന്നോട്ടെ. അതെ അല്ലേ? വേറൊരുത്തിനോട് കയ്യിൽ 1000-2000 കുറച്ച് നിന്ന് എനിക്ക് അന്തസ് ലോഞ്ച് ചെയ്ത് കൊണ്ടുപോയ ആളാണ്. ഇത് തോത്തുനിന്ന് കഴിച്ചോടുന്ന പഞ്ച ഈ തോത്തുനിന്ന് കഴിച്ചോടുന്ന പടച്ചമ്പരാണ് നേരത്തിലൊന്നും യാതൊരു വ്യത്യാസം. ചന്തപ്പൈക്കളൊന്നും അല്ല കേട്ടോ. അപ്പൊ കഴിച്ചോടുന്ന് കിട്ടിയതാ. ഇപ്പൊ മാറ്റത്തിന് 100 ആൾക്കാർ ചെല്ലാൻ പറയുന്നു. മാറ്റത്തിന് ഇപ്പൊ ചെന്ന നമ്മളെ ഇന്നത്തെ സമയം പോയി കിട്ടുന്ന വൈകിട്ട് കച്ചവടം നടത്തി പിന്നെ ഇന്നത്തെ സ്വീപ്പല്ലേ. നേരം വീഴ്ച നിൽക്കണ കൊണ്ട് കയറുന്നുകൂടി ഇനി പറയും. ഇങ്ങനത്തേക്കൊന്ന് ആലോചിച്ച് പറയും. നിങ്ങൾ 3 നാൾ നിങ്ങൾ പറയാതെ പിന്നെ ആരാ പറയാ? എന്തെങ്കിലും പോയിട്ട് അതിൽ ചേട്ട വേറെ വാങ്ങിക്കോളെ. നിങ്ങൾക്ക് മാറണില്ലേ? ഇനി പിന്നെ 3-ാം ദിവസം മാറാം. അപ്പൊ കുഞ്ഞു കോയാക്കരടുത്തേക്ക് വന്നോളൂ, യാതൊരു സംശയമില്ല. ഇതിന് 35 രൂപ ചോദിച്ചുകൊണ്ട് നടന്ന കിട്ടുമോ? അല്ലെങ്കിൽ ഞാൻ പറയാം ഈ പൈക്കുട്ടി 35 രൂപ ചോദിച്ചാൽ ഇതുവരെ അല്ല ഈ കിട്ടുമോ? അല്ല നിങ്ങളൊക്കെ കച്ചവട ആൾക്കാരൊക്കെ പറയും ഇത് എന്ത് പൈക്കുട്ടി അവരെ എല്ലാം നമ്മൾ പല്ലത് കുടിച്ചോക്കാം. മണ്ടി അടിച്ചെന്നടാ ആണേ കിടക്കെ എടാ ഈനം തൊട്ട് പുക്കള് വരെടാ അതിന്റെ മടി. എടാ ഈ മണ്ണിൽ ഇങ്ങനത്തെ കുരുത്തുള്ള ഒരു മുതൽ കാര്യം കുറിച്ച് തൂറിയത് കുഞ്ഞുകായൊക്കെ തിന്ന വെറുതെ പറയണല്ലോ. പസേത്ത് പറഞ്ഞാൽ വലുതാക്കല്ല. അല്ലല്ല, ഓരോന്നിനും ഓരോ ഇന്നതുണ്ട്. അതിനനുസരിച്ച് നീങ്ങി മുതൽ നോക്കി വാങ്ങി, മുതൽ നോക്കി ഓടിച്ചു, മുതൽ നോക്കി ഓടിച്ച്. പോയി നോക്കി. അതൊക്കെ എവിടെ പോയാലും ലാസ്റ്റ് ഈ തന്തിന്റെ അടുത്ത് വന്ന് നിങ്ങൾ കജ്ജൊപ്പിട്ടിട്ടേ പോകുള്ളൂ ടോക്കളെ. മനസ്സിലായിക്കോളി. വാങ്ങി അല്ലെങ്കിൽ ആ പൈക്കുട്ടി ഉണ്ടോ ഇതെല്ലാം മുട്ട പൈക്കുട്ടി വെച്ച്. അല്ല ബാലൻസ് 25-26 അത് വേറെ മോലും തന്നു.